ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ വ്ലോഗ്. അങ്ങനെ UAE-യിലെ ഈ വർഷത്തെ ഫസ്റ്റ് മഴയാണ് ഞാനിന്ന് ഉറക്കം എണീറ്റപ്പോൾ കണ്ടത്. UAE-യിൽ പലയിടത്തായിട്ട് മഴ കുറച്ച് ദിവസമായി ഉണ്ടെങ്കിലും ഈ ഏരിയയിലൊന്നും അങ്ങനെ മഴയില്ലായിരുന്നു. ചെറിയ കാറ്റും കോളും തണുപ്പും ഒക്കെ ആയിട്ട് അങ്ങനെ പോകുമായിരുന്നു. ഇന്നിപ്പോൾ നല്ല മഴയുണ്ട്. പുറത്ത് മഴയാണെന്നറിഞ്ഞപ്പോഴേ മൂവർ സംഘത്തിന് മഴയിലിറങ്ങണം. അങ്ങനെ മഴ കാണാനായി പുറത്തേക്കിറങ്ങി. അവിടെ എത്തിയപ്പോൾ കൂട്ടിനായി വേറെ ചിലരും കൂടി ഉണ്ടായിരുന്നു. രണ്ടുപേരും കൂടി കുറച്ചു നേരം മഴയത്തൊക്കെ നിന്ന് കളിച്ചു. താഴെ നിന്ന് മഴയിലൊക്കെ കളിച്ചിട്ടെത്തിയപ്പോൾ 3 പേർക്കും നല്ല വിശപ്പായി. അങ്ങനെ ഒട്ടും താമസിക്കാതെ ലഞ്ചൊക്കെ വിളമ്പി വെച്ചു. ഇവിടെ പിന്നെ ഒരുപാട് ഐറ്റംസ് ഒന്നും ആവശ്യമില്ല. ഒരു കറി, തോരൻ, ഒരു മോര് കാച്ചിയതൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കുശാലാണ്. മക്കൾക്കാണെങ്കിൽ മോര് കാച്ചിയത് മാത്രം മതി, അവർ ചോറുണ്ടോളും. എൻ്റെ കല്യാണം കഴിഞ്ഞ് ചെല്ലുന്ന ടൈമിൽ എനിക്ക് കുക്കിംഗ് ഒന്നും അറിയില്ലായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് അമ്മയായിരുന്നു എല്ലാം ഉണ്ടാക്കുന്നത്. ആ ടൈമിലൊക്കെ എന്തൊക്കെയാണ് ഡിഷസ്, എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് എന്നെല്ലാം ഞാൻ നോക്കി പഠിച്ചു വെച്ചിരുന്നു. ഒറ്റയ്ക്കൊരു കിച്ചൺ ഇവിടെ വരുമ്പോഴല്ലേ ഞങ്ങൾക്ക് കിട്ടാറുള്ളൂ. അങ്ങനെ ഇവിടെ വന്നാണ് അങ്ങനെയുള്ള റെസിപ്പീസൊക്കെ പ്രയോഗിച്ച് തുടങ്ങിയത്. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഒരു സീരീസ് കാണാനായിട്ടിരുന്നു. ഇത് ഞാൻ ഇറങ്ങിയ ടൈമിൽ കണ്ടു തീർത്ത ഒരെണ്ണമാണ്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീണ്ടും ഇത് കാണാറുണ്ട്. എനിക്കിത് നല്ല ഇഷ്ടമുള്ളൊരു സീരീസാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വെതർ അലേർട്ട് വന്നത്. ഇന്ന് രാത്രി തൊട്ട് നാളെ ഫുള്ള് ഹെവി റെയിനാണെന്ന്. അതറിഞ്ഞപ്പോൾ തന്നെ നാളെ മോർണിംഗ് ഡ്യൂട്ടിക്ക് കയറേണ്ട ഓഫീസർ ഇന്ന് തന്നെ പുറപ്പെട്ടു. അങ്ങനെ ഞാനും മക്കളും മാത്രമായി. പുറത്താണെങ്കിൽ നല്ല മഴയും തണുപ്പും കാറ്റും ഒക്കെ ഉണ്ട്. അങ്ങനെ മക്കൾക്ക് കുറച്ച് ബൂസ്റ്റും നഗറ്റ്സും ഒക്കെ പൊരിച്ച് അവർക്ക് കൊടുക്കാനായിട്ട് ഇപ്പോൾ ഞാൻ കൊണ്ടുപോകുന്നത്. രണ്ടാൾക്കും കോമൺ ആയിട്ട് ഇഷ്ടമുള്ള ചില ഐറ്റംസിലൊന്നാണ് ഈ ബൂസ്റ്റും നഗറ്റ്സും. അതൊക്കെ കഴിച്ച് അവർ ഹാപ്പി ആയിട്ട് TV കണ്ട് നല്ല ഒത്തൊരുമയിലിരുന്നോളും. ഒരു മൂവി കാണുന്ന ആംബിയൻസിൽ കുറച്ച് നേരം ഞാൻ അവരെ ഇരുത്തി. അവരത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരത്തെ എൻജോയ്മെൻറ്റിന് ശേഷം അവരവരെ വഴിക്ക് പോയി. കുറച്ച് ദിവസത്തെ ദോശ ഒഴിവിന് ശേഷം ഒരു ദോശ സീസണിലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പാണ് ഈ നടക്കുന്നത്. കോളിംഗ് ബെല്ല് കേട്ട് ഡോർ ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ ഫുഡ് ഡെലിവറിയാണ്. ഈവനിങ് ഒരു ഷവർമയും ചായയും ഓഫർ ഉണ്ടായിരുന്നു ഹസിൻ്റെ വക. അത് തരാതെ പോയതുകൊണ്ട് ഓഫീസിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടേക്കുവാണ് ആൾ. അപ്പോൾ അത്രയ്ക്ക് തന്നെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട.